നിലവിലെ അനുയോജ്യ കാലാവസ്ഥ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു നാടും വീടും ഒന്നാകെ അർജുനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. ഈ 6:30-ഓടെ സിജു പറഞ്ഞ വിവരങ്ങൾ വെച്ച് 6:30-ഓടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അധികൃതരെല്ലാം അവിടെ എത്തി തുടങ്ങിയോ? അതായത് ഈ NDRF സംഘവും അതുപോലെയുള്ളവരെല്ലാം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ദൗത്യസംഘം അല്പസമയത്തിനകം എത്തും. നാവികസേന, അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാ സേന, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് പരിശോധനയിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അകത്തേക്ക് പോകണം. ദേശീയപാത പൂർണ്ണമായും ഈ 2 വശത്തും അടച്ച നിലയിലാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പോയാലാണ് ഈ അപകടം നടന്ന കൃത്യസ്ഥലം എത്തുക. 1 കിലോമീറ്ററോളം ദൂരത്തിൽ മണ്ണും പാറക്കല്ലുകളും അടിഞ്ഞ് കിടക്കുകയാണ്. ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. ഇവിടെ ഈ അങ്കോള ഭാഗത്ത് നിന്ന് പോയാലാണ് അർജുൻ അകപ്പെട്ട് കിടക്കുന്ന, ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുക. ഇപ്പോൾ നിലവിൽ ആ പ്രദേശത്തേക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ കടത്തിവിടുന്നില്ല. ഈ ദൗത്യം ആരംഭിച്ചാൽ അങ്ങോട്ട് കടത്തിവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ സ്ഥലത്ത് കാലാവസ്ഥ അനുകൂലമായ ഒരു നിലയിലാണ്. മഴക്കാറുണ്ട്, പക്ഷേ ഏത് നിമിഷവും മഴ പെയ്തേക്കാവുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യഘട്ടത്തിൽ മഴയുണ്ടായിരുന്നില്ല. പിന്നീട് വൈകുന്നേരങ്ങളിൽ മഴ മാറി നിന്നെങ്കിലും പിന്നീട് ഈ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഴ ശക്തമാവുകയായിരുന്നു. അത് ഒരു പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് ഈ റോഡിന്റെ ഒരു സാഹചര്യം. ഇത് ഒരു വലിയ മലനിരകൾ ഒരു ഭാഗത്ത് ഉള്ള റോഡാണ്, ദേശീയപാതയാണ്. അതിന് തൊട്ട് താഴെ ഗംഗാവാലി പുഴ, ആ സ്ഥലത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. വലിയ കുന്ന് അങ്ങനെ തന്നെ ഇടിഞ്ഞുകൊണ്ട് ഈ ഗംഗാവാലി പുഴയിലേക്ക് മണ്ണും കല്ലും കുത്തിയൊലിച്ച് പോവുകയായിരുന്നു. അതിനിടയിലാണ് അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾ അകപ്പെട്ടത്. ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് 7 പേരുടെ മരണമാണ്. ഈ പ്രദേശത്ത് ചായക്കട നടത്തുന്ന ഒരു ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരണപ്പെട്ടത് എന്ന ഔദ്യോഗിക വിവരമാണ് ലഭിച്ചത്. മറ്റുള്ളവർ അകപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അർജുൻ ഈ ലോറിയുമായി ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റ് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഈ പ്രദേശം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത്തരത്തിൽ വലിയ കുന്നുകളുള്ള ഒരു മേഖലയാണ്. അത്തരത്തിലൊരു കുന്നാണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിലേക്ക്, 4 വരി പാതയിലേക്ക് എത്തിയത്. വാഹന ഗതാഗതം ഏതായാലും ഈ പ്രദേശത്ത് പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. കിലോമീറ്റർ കണക്കിന് ദൂരത്തേക്ക് ചരക്ക് വാഹനങ്ങൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും വാഹന ഗതാഗതം ഉൾപ്പെടെ സാധ്യമാകുന്നതിന് ദിവസങ്ങൾ എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രമകരമായ ഒരു ജോലി തന്നെയുണ്ട്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 6:30 ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സൈന്യത്തിന്റെ ഉൾപ്പെടെ സേവനം ലഭ്യമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നത്. പക്ഷേ അതിന്റെ പരിമിതികൾ നമ്മൾ കണ്ടതാണ്. 2.5 മീറ്റർ ആഴത്തിൽ മാത്രം വസ്തുക്കൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിന് പറ്റുന്ന ആ രീതിയിലുള്ള ഒരു സംവിധാനം മാത്രമാണ് കഴിഞ്ഞ ദിവസവും ഉപയോഗിച്ചത്. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ കൃത്യമായും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവർ അകത്തേക്ക് പ്രവേശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേന, അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന, നാവികസേന, പോലീസ്, അഗ്നിരക്ഷാ സേന ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്നത്തെ സംയുക്ത തിരച്ചിലിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഏതായാലും തിരച്ചിൽ 6:30 തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് പകരം ഇന്ന് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുള്ള പരിശോധനയ്ക്കാണ് സാധ്യത കാണുന്നത്. ബംഗളൂരുവിൽ നിന്ന് റഡാർ സംവിധാനം ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു പരിശോധന നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ച,
സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിലുണ്ടായ വീഴ്ച ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം. കാരണം സൈന്യത്തിന്റെ ഉൾപ്പെടെ സേവനം ലഭ്യമാകുമ്പോൾ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ പരിശോധനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും. വളരെ നേരത്തെ അത് ഉപയോഗിക്കേണ്ടതായിരുന്നു. സംഭവം നടന്നത് ചൊവ്വാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ചയായി നിൽക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഈ പരിശോധന നടത്തണമെന്ന ആവശ്യം ഉയർന്നത്. ഉച്ചയ്ക്ക് ശേഷം, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പരിശോധന നടന്നത്. വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം പരിശോധനകളിലേക്ക് ഇവിടെ ആളുകൾ പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്നത്. ബന്ധുക്കളും ഇവിടെ എത്തിയ ലോറി ഉടമയും അതോടൊപ്പം തന്നെ അർജുന്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ അർജുൻ ഏറ്റവും അവസാനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ വിവരം നൽകിയിട്ടും അത്തരത്തിലുള്ള പരിശോധനകൾ കൃത്യമായി നടത്തിയില്ല. ഏതായാലും പരിശോധനയ്ക്കുള്ള സംഘമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ രണ്ടാമത്തെ വാഹനത്തിൽ ആളുകൾ കടന്നു പോകുന്നു. ഓരോ വാഹനത്തിലും 30ഓളം പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കൃത്യമായും ഈ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളും എല്ലാം തന്നെ പരിശോധനയിൽ പങ്കെടുക്കുന്നു. നാവികസേനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് സൈന്യത്തിന്റെ കൂടി സേവനം ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സൈന്യത്തിന്റെ കൂടി സേവനം ലഭ്യമാകുമ്പോൾ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പരിശോധന നടത്താൻ സാധിക്കുമെന്നതാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. GPS പോയിന്റ് കൃത്യമായി കണ്ട സ്ഥലത്ത് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. GPS സംവിധാനം കൃത്യമായി അവസാനം രേഖപ്പെടുത്തിയ സ്പോട്ടിൽ നിന്ന് ഏതാണ്ട് 10-20 മീറ്റർ ചുറ്റളവിൽ അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ GPS-ന്റെ രേഖപ്പെടുത്തുന്ന സ്ഥലത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കണം. ഏതായാലും റഡാർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുമ്പോൾ കൃത്യം ലോറിയുള്ള സ്ഥലം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഒരു സംശയം, ഈ മണ്ണ് അതോടൊപ്പം തന്നെ പാറക്കെട്ടുകൾ എല്ലാം തന്നെ ഒലിച്ചു വരുമ്പോൾ ഗംഗാവാലി പുഴയിലേക്ക് ലോറി അകപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയമാണ് ഉണ്ടായിരുന്നത്. നാവികസേന എത്തിയതോടുകൂടി, നാവികസേന വന്ന് പരിശോധന നടത്തിയതോടുകൂടി അത്തരം സംശയങ്ങൾ മാറി. അതോടൊപ്പം തന്നെ വാഹന നിർമ്മാതാക്കളിൽ നിന്ന്, ഭാരത് ബെൻസിൽ നിന്ന് GPS സംവിധാനം ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയ സ്ഥലത്തിന്റെ വിവരങ്ങൾ കൂടി കേരള സർക്കാർ ലഭ്യമാക്കിയതോടുകൂടിയാണ് മണ്ണിനടിയിൽ തന്നെ വാഹനം അകപ്പെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഏതായാലും പരിശോധന 6:30 കൂടി തുടങ്ങും.